ഓൺലി 199 റേഞ്ചിന്റെ കുർത്തിയാണ്. ഇത് 299. ഇതാണ് 299. ഇതൊക്കെ ഇവര് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള വർക്കാണ്. ഇതൊരു കോൺട്രാസ്റ്റിലാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത്. മമ്മിനെ കൊണ്ടുവന്നില്ല, ഒറ്റക്ക് വന്നുള്ളൂ. മമ്മി വന്ന് ഇതിലും കൂടും. 345. ഓഹോ, അതും പക്ക കോട്ടന്റെ നല്ല ഭംഗിയുള്ള വർക്ക് കേട്ടോ. 1999 ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത്. അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ. ഹോൾസെയിലും റീറ്റെയിലും ഓൺലൈൻ ആയിട്ട് കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇത് ഇനി സ്റ്റിച്ച് ചെയ്ത് തരും നമുക്ക്. സ്റ്റിച്ചിങ് ഉണ്ട്. നല്ലൊരു ഹെവി ഡിസൈനർ പീസ് ആണ് കേട്ടോ. ഇത് ഫുൾ കാണുന്നത് 299 കളക്ഷൻസ് ആണ്. ഫുൾ സ്ലീവ്, അതിലും ഫുൾ വർക്ക് അല്ലെ. 400 റേഞ്ചിന്റെ വിത്ത് തുപ്പട്ട എടുക്കാം. യോക്കില് കണ്ട നല്ല അടിപൊളി വർക്ക്. 1300 ഉള്ളി. ഇതിന്റെ പാറ്റേൺ ആണ് ഇഷ്ടമായിട്ടുള്ളത്. ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള ക്രഷ് ഓർഗൻസ് മെറ്റീരിയൽ. ഇവിടെ നിന്നാണ് എപ്പോഴും വെസ്റ്റേൺ ഡ്രസ് ഒക്കെ എടുക്കാറ്. നല്ല കളക്ഷൻസ് ആണ്. ഇത് മൊത്തത്തിന് ഞാൻ അങ്ങോട്ട് എടുക്കുക. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആണ്. കാരണം എന്താണെന്നറിയോ, ഹോൾസെയിലും റീറ്റെയിലും ഓൺലൈൻ ആയിട്ട് കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ വന്നിരിക്കുന്നത് എറണാകുളത്ത് ലുലു, എല്ലാവർക്കും അറിയുന്നതല്ലേ. ലുലുവിന്റെ ജസ്റ്റ് 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇത് കൂടാണ്ട് അടുത്തുള്ള ലൊക്കേഷൻ എന്ന് പറയാനായിട്ട് അമൃത ജംഗ്ഷനും കൂടി ഉണ്ട്. അവിടെ ഒരു ജംഗ്ഷൻ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പിന്നെ കസ്റ്റമൈസ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ബ്രൈഡ് ഇൻ ഡിസൈനർ ബുട്ടിക്കിലേക്കാണ്. ടോപ്പ് ഫസ്റ്റ് ഫ്ലോറിലാണ് കയറേണ്ടത്. കസ്റ്റമൈസ് ചെയ്ത് ഇഷ്ടം പോലെ നമ്മുടെ ഇതനുസരിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് കയറി നോക്കിയാൽ എന്താ വെറൈറ്റി വരും. കയറി വരാം നമുക്ക് ബ്രൈഡ് ഇൻ ബുട്ടിക് കളക്ഷൻസിലേക്ക്. അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു എൻട്രൻസ്. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ പുറത്തൊക്കെ കാണുമ്പോൾ. പിന്നെ ഇവിടെ ഇഷ്ടം പോലെ വെറൈറ്റീസ് നമുക്ക് ബുട്ടിക് ആയിട്ടുള്ള കളക്ഷൻസ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യും. ഞാൻ അടുത്തേക്ക് വരുന്ന ഒരാൾ ഓടിക്കൊണ്ടിരിക്കും. ഇങ്ങോട്ട് വാ. എന്താണ് വിശേഷം? നല്ല വിശേഷം. ബ്രൈഡ് ഇൻ എല്ലാം കല്യാണ പെണ്ണുങ്ങൾക്ക് ഇൻ അല്ലേ? അതെ. കല്യാണ പെണ്ണ് തന്നെയല്ല കേട്ടോ, സാധാരണക്കാര് എല്ലാവർക്കും എവിടേക്ക് വരണം? ബ്രൈഡിനിലേക്ക് വരാം. ഇനി പേര് ചോദിച്ചില്ല. പേര് മിതു. ഹായ്, വെൽക്കം ടു ദിസ് വീഡിയോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ബുട്ടിക്ക് എന്ന് പറയുമ്പോൾ സാധാരണ ആലോചിക്കുന്നത് മനസ്സിലെന്താ, ബുട്ടിക്ക് ആകുമ്പോ കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. അങ്ങനെയാണോ? എങ്ങനെയാ? നമ്മളുടെ സാധാരണക്കാർക്കാണ് മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊന്ന് വെറൈറ്റി കണ്ടുനോക്കിയല്ല. ബുട്ടിക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു സംഭവമാണ്. ഇവിടെ അത്യാവശ്യം നല്ല വെറൈറ്റി ഉള്ളത് ഒക്കെ ഡിഫറെന്റ് ലുക്കാണ് കേട്ടോ. ഒന്നും സെയിം ആയിട്ട് ഇവിടെ കിട്ടില്ല അല്ലേ? ശരിയല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് എവിടുന്ന് വെച്ചാൽ തുടങ്ങണ്ടേ? ഇവിടുന്ന് വെസ്റ്റേണും ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ? വെസ്റ്റേൺ സ്റ്റൈലും ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ഇവിടുന്ന് തന്നെ തുടങ്ങാൻ നോക്കുക. അപ്പൊ അൺസ്റ്റിച്ചഡ് ഉണ്ട്, പിന്നെ കുർത്തീസ് റെഡിമെയ്ഡ് ഉണ്ട്, വെസ്റ്റേൺ വെയർ ഉണ്ട്, നോർമൽ ഡെയിലി വെയർ കുർത്തീസ് ഉണ്ട്, പിന്നെ ബ്രൈഡൽ ഗൗൺസ്, അങ്ങനത്തെ സംഭവം എല്ലാം ഉണ്ട്. ഇതെന്താ സംഭവം? ഇത് സെറ്റ്. ഇത് സ്റ്റിച്ചഡ് ആണോ? അല്ല, അൺസ്റ്റിച്ചഡ് ആണ്. അപ്പൊ ഫസ്റ്റ് അൺസ്റ്റിച്ചഡ് വെച്ചിട്ട് തന്നെ നമുക്ക് നോക്കാം. അപ്പൊ അതവിടെ വെച്ച് ഇതൊന്നും പിടിച്ചേ. ഇത് ഉപ്പട്ടൊക്കെ ആരോ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതിന്റെ ടോപ്പ് പോർഷൻ ആണ് കേട്ടോ വരുന്നത്. നമുക്ക് മുകളിലത്തെ പോർഷൻ. അതില് ഈ മെറ്റീരിയലിനെ കുറിച്ചൊന്ന് പറഞ്ഞേ. ഇത് ഓർഗൻസ മെറ്റീരിയൽ. ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത്, ഫ്രണ്ട് ലുക്ക്. അതേപോലെ തന്നെ ബാക്കിൽ വരുമ്പോൾ പ്ലെയിൻ ആണ്. പ്യുവർ ഓർഗൻസ മെറ്റീരിയൽ. അതിൽ ദുപ്പട്ട വരുമ്പോൾ പ്യുവർ ആയിട്ടുള്ള ദുപ്പട്ട വിത്ത് ഫുൾ ത്രെഡ് വർക്ക് അല്ലേ? ഇത് ഇനി സ്റ്റിച്ച് ചെയ്ത് തരും നമുക്ക്. സ്റ്റിച്ചിങ് ഉണ്ട് ഇവിടെ, സ്റ്റിച്ചിങ് ഉണ്ട്. അപ്പൊ നമ്മുടെ സൈസ് പറയണ്ട, അവരെടുത്തോളും ഒക്കെ. അത് എടുത്തിട്ട് അവര് നമുക്ക് നമ്മുടെ രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ വരാം. ഏതാ വേണ്ടെന്ന് വെച്ചാൽ അതൊന്ന് സെലക്ട് ചെയ്യുക. അതിനനുസരിച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പാന്റ് വരുമ്പോ പാന്റിന്റെ കൂടെ ലൈനിങ്ങും ഉണ്ട്. പാന്റും ലൈനിങ്ങും രണ്ടും കൂടിയിട്ട് മിക്സ് ആണ്. പാന്റിന്റെ മെറ്റീരിയൽ ഇപ്പൊ തന്നെ പറഞ്ഞു. ഷാൻഡോൺ. ഇനി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇനി അടുത്തത് നോക്കിയാലോ. അടുത്തതും പിസ്ത ഗ്രീനിൽ തന്നെ. ഇത് കുറച്ച് ഉതിപ്പുള്ള ഗ്രീൻ ആണ്. ഇതിന്റെ ദുപ്പട്ട പിടിച്ചോ. പാന്റ് സെയിം പ്ലെയിനിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇതും മെറ്റീരിയൽ വൈസ് ഓർഗൻസ തന്നെയാണ്. കുറച്ചും കൂടി നീങ്ങുന്ന. എനിക്ക് അസുഖമൊന്നുമില്ല കേട്ടോ. ഇതാ ഇതില് ഫ്രണ്ട് ലുക്കാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ ബാക്കിന്റെ ലുക്കും ഫുൾ വർക്കാണ്. ഇനി ഇതിന്റെ റിച്ച് ആയിട്ടുള്ള ഒരു ദുപ്പട്ട. ഓക്കെ, ഫുൾ വർക്ക് അല്ലേ? അതെ, നല്ല അടിപൊളി വർക്ക്. ഇനി ഇപ്പൊ ഇതിന്റെ തന്നെ കളർ ചേഞ്ച് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. കാരണം എന്താ വെച്ചാൽ ബുട്ടിക്ക് ആയതുകൊണ്ട് ഒരു പീസ് വെച്ചിട്ടുണ്ടാവും. ഒരെണ്ണത്തിന് ഒരു യൂണിക്ക് ആ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. ഇത് സ്റ്റിച്ചഡ്. ഇനിയിപ്പോ എന്നോട് പറഞ്ഞു ഈ ഹോൾസെയിൽ ഉണ്ട്, റീറ്റെയിൽ ഉണ്ട്, ഓൺലൈൻ ഉണ്ട്. ഇതെങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാം? എല്ലാം ചെയ്തു തരും. ഹോൾസെയിൽ ആകുമ്പോ എങ്ങനെയാ? ഈ റീറ്റെയിലിന്റെ റേറ്റ് ആണ്? റീറ്റെയിൽ റേറ്റ് അല്ല, ഹോൾസെയിൽ ആകുമ്പോ റേറ്റ് കുറവ്. ഓക്കെ, പിന്നെ റീറ്റെയിൽ ആകുമ്പോ നമ്മള് നോർമൽ ആയിട്ടുള്ള റേറ്റ്. അത് ഞാൻ എടുത്ത് ചോദിക്കുകയാണ്. അപ്പൊ ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ ബൾക്കായിട്ട് നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും അത് ചോദിച്ചു കഴിഞ്ഞാൽ അതും കിട്ടും. അതുപോലെ തന്നെ റീറ്റെയിൽ ആണെങ്കിൽ ഒരു പീസായിട്ട് അതിനും. ഇനിയിപ്പോ ഡയറക്റ്റ് ഇവിടേക്ക് വരാൻ പറ്റാത്തവരാണെങ്കിൽ അവർക്ക് കോണ്ടാക്ട് ചെയ്താൽ വിളിച്ച് ഓൺലൈൻ നമുക്ക്
ചെയ്ത് തരാൻ പറ്റൂ കേട്ടോ. അപ്പൊ ഓൺലൈൻ ഉണ്ട്, റീറ്റെയിൽ ഉണ്ട്, ഹോൾസെയിൽ ഉണ്ട്, എല്ലാം കൂടിയിട്ടായിട്ടുള്ള ഒരു ധമാക്ക ഫ്യൂഷൻ എന്നൊക്കെ പറയില്ല, ആ ഒരു സംഭവമാണ് നമുക്ക് ബ്രൈഡ് ഇൻ എന്ന് പറയുന്നത്. ഇനി ഇത് നമ്മളുടെ കസ്റ്റമൈസ് ഇവിടെ തന്നെ വർക്ക് ചെയ്തെടുത്തതാണ് അല്ലെ? മെറ്റീരിയൽ എടുത്തിട്ട് നിങ്ങൾ വർക്ക് ചെയ്ത് എടുത്തതാണ്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഈ പീസൊക്കെ എന്തിനുള്ളതാ? ഇത് ബാക്ക് പീസ് ആണ്. ഓക്കെ. ആ, ഇത് ടോപ്പ് മുകളിലത്തെ പീസ് അല്ലേ? മെറ്റീരിയൽ അടിപൊളിയാണല്ലോ. ഓർഗൻസ. ഇതില് യോക്കില് വർക്ക് ചെയ്യിപ്പിച്ചെടുത്തതാ. ഈ ഡിസൈൻ ഇഷ്ടമായില്ലെങ്കിൽ നമ്മുടെ ഏതാണെന്ന് ഒന്ന് ഫോട്ടോ കാണിച്ചു കൊടുത്താൽ മതി, ഒക്കെ നമുക്ക് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിലത്തെ സ്ലീവിന്റെ പോർഷനിലുള്ള വർക്ക് കേട്ടോ, വിത്ത് ദുപ്പട്ട സ്കാലപ്പ് ചെയ്തിട്ടുള്ളത്. ഈ കളർ ഇഷ്ടമായിട്ടില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് കേട്ടോ. പിന്നെ അടുത്തത് സെയിം നമ്മളുടെ തന്നെ വർക്ക് തന്നെയാണ്. ഓ, നല്ല സെറ്റ് ആക്കി എടുത്താണ് നമ്മള്. ഓക്കെ, നിങ്ങൾ സെറ്റാക്കി ചെയ്യിപ്പിച്ചു ചെയ്യണതല്ലേ? ഓക്കെ. ഇതില് വർക്ക് നോക്കി നല്ല ഹെവി വർക്കോട് കൂടിയിട്ട് യോക്കിൽ കണ്ട നല്ല അടിപൊളി വർക്ക്, നല്ല ജർദോഷിയിലും ഡയമണ്ടിനും എല്ലാം കൂടി വർക്ക്. അതിൽ ദുപ്പട്ട എന്ന് പറയുമ്പോൾ ഫുൾ പ്രിന്റ് കേട്ടോ, ഡിജിറ്റൽ പ്രിന്റ്. അതിൽ അടിപൊളിയായിട്ടുള്ള ചെറിയ ചെറിയ ബൂട്ട വർക്കോട് കൂടിയിട്ട് അത്യാവശ്യം ലെങ്ത്തും ഉണ്ട് കേട്ടോ. ഇത് ഇപ്പം ഈ ദുപ്പട്ട ഇങ്ങനെ വേണ്ട, നമുക്ക് വേറെ കളർ പറയുകയാണെങ്കിൽ അതും ചെയ്തു തരും. അതെ, കളറ് ദുപ്പട്ട എന്നല്ല, ടോപ്പിനാണെങ്കിലും വേറെ കളർ ചെയ്ത് തരാൽ നമ്മൾ അതേ കളർ ചെയ്തു തരും. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ റീറ്റെയിൽ ആയതുകൊണ്ട് റേറ്റ് പറയാൻ പറ്റുമോ? റേറ്റ് പറഞ്ഞു. റീറ്റെയിലിന്റെ റേറ്റ് നമുക്ക് പറയാം. ഇതൊരു 2100 ആണ് ആ ഒരു റേഞ്ച്. എന്നാൽ ഈ ഒരു റേറ്റ് അല്ല, സ്റ്റാർട്ടിംഗ് റേറ്റ് നമുക്ക് ചോദിക്കുകയാണെങ്കിൽ എത്ര വരും? സ്റ്റാർട്ടിംഗ് റേറ്റ് 199 മുതലുണ്ട്. റീറ്റെയിലിൽ കേട്ടോ 199 ആണ് സ്റ്റാർട്ടിംഗ് റേറ്റ് റീറ്റെയിലിൽ വരുന്നത്. അത് ഹോൾസെയിൽ വരുമ്പോൾ പിന്നെയും കുറയും, എത്ര വേണമെങ്കിലും നമുക്ക് പീസ് എടുക്കാം. അപ്പം ഇതെന്ന് പറയുമ്പോൾ ഒരു പ്രീമിയം ബുട്ടിക് കളക്ഷൻ ആയതുകൊണ്ട് തന്നെയാണ് 2100 ആണ് ഇതിന്റെ റേറ്റ്. അതും അത്ര റേറ്റ് ഫീൽ കാരണം മെറ്റീരിയൽ പ്യുവർ ആണല്ലോ. അതെ, സിൽക്കാണ് ടോപ്പ്, ദുപ്പട്ടയും സിൽക്കാണ്. സിൽക്കിന്റെ അതും ചെറിയ ചെറിയ ബുട്ട വർക്കോട് കൂടിയിട്ട്. അടുത്ത കളക്ഷൻ. അടുത്തത് ഇങ്ങനെ തപ്പി തപ്പി കുറച്ച് യൂണിക് ആയിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കണം. വാവ്, നല്ല മെറ്റീരിയൽ. അതെ അതെ, സിൽക്ക് മെറ്റീരിയൽ. ഇതൊന്ന് തുറന്നൊന്ന് കാണിച്ചെന്നാ സൈഡിൽ നിൽക്കാണ്ട് ഇങ്ങോട്ട് വാ. ഇവിടെ നിന്നൊന്ന് കാണിച്ചു കൊടുത്ത ആൾക്ക് ഇത്തിരി ഒരു പേടിയുണ്ട്, ആ പേടിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കട്ടെ. ഇതാണ് ഫുൾ. ഇതാ ഫ്രണ്ട് പോർഷൻ. ഫ്രണ്ടില് ഇങ്ങനെ ചെറിയ ചെറിയ സീക്വൻസ് വർക്കും. ഇത് ഫുൾ പ്രിന്റ് വന്നിട്ട് സിൽക്ക്. അടിയില് ചെറുതായിട്ട് ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട്, ഹൈലൈറ്റ്. അതേപോലെ ഇതിന്റെ ദുപ്പട്ട എന്ന് പറയുമ്പോൾ നല്ലൊരു ഗ്രീൻ ഷെയ്ഡില് ഫുൾ ത്രെഡ് വർക്കോട് കൂടിയിട്ടാണ് വെച്ച മേത്ത്. ഇതാ ഫുൾ ഇങ്ങനെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ തയ്ച്ചു വരുമ്പോൾ. സട്ടൽ സിമ്പിൾ ആയിട്ടാണ് പാർട്ടി വെയർ കോൺസെപ്റ്റ് എന്നൊക്കെ പറയാം. അതിൽ പാൻറ്റ് വരുമ്പോൾ ഈ കളറാണ് പാൻറ്റ് വരുന്നത് കേട്ടോ. അപ്പൊ ഇനി ഞാൻ ഇട്ടിരിക്കണതിനെ കുറിച്ചൊന്ന് പറഞ്ഞേ, ഇതിനെ കുറിച്ച് പറയേ. ആൾ കുറച്ച് ലേസ് ബോർഡറാണ്, ലേസ് ഫ്ലവർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ചെറിയ ചെറിയ ബോ പോലത്തെ സംഭവങ്ങൾ അങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു 3D സ്റ്റൈലിലുള്ള ഒരു വർക്കാണ് ഇതിൽ. സ്ലീവിലും ലേസ് കൊടുത്തിട്ടുണ്ട്, ബോട്ടത്തിന്റെ എൻഡിലും ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് 3 പീസാ 2 പീസാ? 3 പീസാണ്. ദുപ്പട്ട ഞാൻ ഇട്ടില്ല, അത് കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നു നമ്മളിങ്ങനെ ഓരോന്നും എടുത്ത് കാണിക്കുമ്പോഴേ. അപ്പൊ ഇത് ലെവൻഡർ ഷെയ്ഡിൽ നല്ലൊരു പ്രിറ്റി ഷെയ്ഡ്. ഇതിൽ സൈസസ് അവൈലബിൾ ആണ്, കാരണം ഇത് റെഡിമെയ്ഡ് ആണ്. ഇതിലിപ്പോ മീഡിയം, ലാർജ്, ഡബിൾ എക്സൽ വരെ ഉണ്ട് കേട്ടോ. അപ്പൊ റെഡിമെയ്ഡിൽ വരുമ്പോൾ അങ്ങനെയുണ്ട്, പക്ഷെ അൺസ്റ്റിച്ചഡിൽ വരുമ്പോൾ നമുക്ക് യൂണിക് ആയിട്ടുള്ള കുറച്ച് ഡിഫറെന്റ് ആയിട്ട്. ഇനി അടുത്ത കളക്ഷൻസ്. അടുത്തത് ഒരു പക്ക ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഫുൾ റെയിൻബോ കളറുടെ സീക്വൻസ് വർക്കും. ദുപ്പട്ട ഇതും പിടിച്ചോ, ഫുൾ ബോട്ടം ഇതിൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇത് പാക്ക് ചെയ്ത് വെച്ച കാരണം നമുക്ക് ഓപ്പൺ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഇതാണ് ഇതിൻ്റെ ഫുൾ ലുക്ക് ഓഫ് വൈറ്റിൽ. ഇത് ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത്. പ്ലെയിൻ ആയിട്ടുള്ള പാൻറ്റ്, പിന്നെ ഇതിൻ്റെ ദുപ്പട്ടയും സിമ്പിൾ ആയിട്ടുള്ളത്, സിമ്പിൾ ഓഫ് വൈറ്റ് ഷെയ്ഡിൽ. ഇപ്പൊ അടുത്ത എന്താ പറയാ ക്രിസ്മസ് ഒക്കേഷനിലൊക്കെ വേണമെങ്കിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് ഇടാൻ പറ്റും. നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള കളക്ഷൻസ് ആണ് കേട്ടോ. ഒരുവിധം മിക്കതും ഒരു പ്രീമിയം കളക്ഷൻസ്. ഇനി ഇയാൾ ഇട്ടതിനെ കുറിച്ചൊന്ന് പറഞ്ഞത് നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇത് നമ്മൾ സെറ്റ് ആക്കി എടുത്തതാണ്. ഇതൊന്ന് ഇങ്ങനെ വൺ സൈഡ് ഒന്ന് ഇട്ടാ വർക്ക് ഒന്ന് കറക്റ്റ് ആയിട്ട് കാണട്ടെ. അങ്ങനെ ഇടാനൊരു മടിയില്ലേ? പക്ഷെ ഇതിന്റെ ഭംഗി ഇങ്ങനെയാണ് കേട്ടോ, വൺ സൈഡ് ഇടുന്നതാണ് ഇതിന്റെ ഭംഗി വരുന്നത്. ഫ്രണ്ട് വർക്ക് സർദോസിക്ക് വെച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ജർദോഷിയുടെ വർക്ക്, അതുപോലെ ഇത് പിട്ടൻ വർക്ക്, ജർദോഷി വർക്ക്, കട്ട് ബീഡ് വർക്ക്, അങ്ങനെ എല്ലാ വർക്കും കൂടി ഷോളിൽ പോയിട്ടുണ്ട്. നല്ല ഓർഗൻസ
ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ടുണ്ട്. നല്ല സുഖല്ലേ ഇത് അതെ, കൊടുക്കാൻ? അതെ, അതെ. നല്ല കംഫർട്ടബിൾ അല്ലേ? അത് വൺ സൈഡ് ഇട്ടാ മതി, അതാ ഭംഗിട്ടോ. സത്യം ഇത് ഇങ്ങനെ വെറുതെ വലിച്ചു വാരി ഇട്ടിട്ട് ആ ഡ്രസ്സിന്റെ ഭംഗി കളയല്ലേ. പല നല്ല അടിപൊളി കളർ ഷെയ്ഡും ആയിട്ടുണ്ട്. ഇത് സ്റ്റിച്ച് ചെയ്ത് എടുത്തതാ അല്ലെങ്കിൽ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തന്നെ എടുത്താണ്, റെഡിമെയ്ഡ്. ഓക്കെ. നിങ്ങളുടെ യൂണിറ്റ് അപ്പൊ എവിടെയാ? വരാപ്പുഴ. ഇവിടുന്ന് അധികം അങ്ങനെ കിലോമീറ്റർ ഒക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല. വരാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് യൂണിറ്റ് ഉള്ളത്. ആളുടെ വീട് വരാപ്പുഴയാണ്. അപ്പൊ ആ ഭാഗത്ത് തന്നെ യൂണിറ്റ്. ഇനി അടുത്ത് നോക്കിയാലോ, ഇത് സാരീസ് ആണ്. ഇത് ഫുള്ള് ഇത് ഫുൾ സാരി. ഇതെന്ന് പറഞ്ഞെടുത്ത് ഈ കളർ എടുക്കാം അല്ലെ. ബ്ലൂ കാണിച്ചിട്ടില്ല നമ്മള്, ബ്ലൂ തന്നെ എടുത്തോ. യെസ്. അപ്പൊ കുറച്ച് ഡിസൈനർ സാരി വേണമെന്ന് പറയുകയാണെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ്. ഇതും നമ്മള് ചെയ്യിപ്പിച്ചതാന്ന് തോന്നുന്നു. ഇത് റെഡിമെയ്ഡാ വരുന്നത്. ഇനി ഇതുപോലത്തെ പക്ഷെ വേണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതും ചെയ്തെടുക്കാൻ പറ്റും. നല്ലൊരു ഹെവി ഡിസൈനർ പീസ് ആണ് കേട്ടോ. ഇതിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു നല്ല അടിപൊളി ഡിസൈനർ ബ്ലൗസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ ലുക്ക് ആയിരിക്കും അല്ലേ. ഇനിയിപ്പോൾ ഇത് ഫുൾ ട്രാൻസ്പെറൻറ്റ് ആണ്, നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഒരു പാച്ച് വർക്ക് പോലെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ തുണി വെച്ചിട്ട് അതും വരെ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഓരോ ഇഷ്ടപ്രകാരം ചിലർക്ക് ട്രാൻസ്പെറൻറ്റ് ആയിട്ട് ഇടാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, ചിലർക്ക് ഇഷ്ടമില്ല. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷനും നമുക്ക് എവിടെ വന്നാൽ കിട്ടും? ബ്രൈഡിനിൽ വന്നാൽ കിട്ടും. ബ്രൈഡിനിൽ വന്നാൽ കിട്ടും കേട്ടോ. ഇതിന്റെ ഫുൾ വർക്കാണ് കേട്ടോ. ഇത് അവിടെ മാത്രമല്ല, ഫുൾ ഓവറോൾ അടിയിൽ ഫുൾ ഇങ്ങനെ വർക്ക്, പിന്നെ സ്ലീവിന്റെ ആ ഒരു പോർഷനിലും വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ തന്നെ കളർ ചേഞ്ച് നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിന്റെ കളേഴ്സ് വരുന്നത്. ഇതാ ഇതിന്റെ ഡിഫറെന്റ് കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പൊ സാരിയുടെ വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ അതും ഉണ്ട്. ഇനി അടുത്ത ഞാൻ ഇട്ടതിന്റെ സെയിം അല്ലേ ഈ പീസ്? അതെ സെയിം പീസ് കേട്ടോ ഈ ഞാൻ ഇട്ടതിന്റെ. ഇനി അടുത്തത് നോക്കിയേ, റെഡിമെയ്ഡ്. അടുത്തത് ഇത് റെഡിമെയ്ഡ് അല്ലേ? റെഡിമെയ്ഡ് കളക്ഷൻ. അതിൽ നമുക്ക് യോക്കില് വർക്ക്, അതിന് ഹാൻഡ് വർക്കും വന്നിട്ടുണ്ട്, സ്വീക്വൻസ് വർക്കും വന്നിട്ടുണ്ട്, എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട്. ഇത് വർക്കാണെങ്കിൽ ഇതിൽ ദുപ്പട്ടയിലും ഓർഗൻസയില് വൺ സൈഡ് ആണ് വർക്ക്. വൺ സൈഡ് ഹെവി വർക്ക്. പിന്നെ പാന്റും റെഡിമെയ്ഡ് ആണ്. ഇങ്ങോട്ട് വരൂ, അതൊന്നിങ്ങനെ ഇതാണ് പാന്റ് വരുന്നത്. പക്ഷെ ഓരോ ലുക്ക് അടിപൊളിയാണ് കേട്ടോ. കണ്ടാ ഇങ്ങനെയാണ്. അപ്പൊ ഇതിന്റെയൊക്കെ റേറ്റ് ഏകദേശം നമുക്ക് റെഡിമെയ്ഡിൽ വരുമ്പോ റെഡിമെയ്ഡിന്റെ റേറ്റ് ആണോ 199? അല്ല, റെഡിമെയ്ഡ് റേറ്റ് ആണ് 199. പിന്നെ ഈ അൺസ്റ്റിച്ചഡ് ആണെങ്കിലോ? അൺസ്റ്റിച്ചഡ് റേറ്റ് കുറവ്. ഏറ്റവും സ്റ്റാർട്ടിങ് റേറ്റ് 250 ഉണ്ട്. അതൊന്നും എടുത്താൽ നോക്കട്ടെ. 250 ഉണ്ട് അൺസ്റ്റിച്ചഡ്. അതൊന്നും കാണാൻ നമുക്ക് എല്ലാം കണ്ടിട്ട് തന്നെ നമ്മൾ പോണുള്ളൂ. ഇതാണോ ആകെ ഒരു ടെൻഷൻ? വെള്ളം വേണ്ട. ഇത് 400. ഇത് 400 പക്ക കോട്ടന്റെ മെറ്റീരിയൽ ആട്ടോ. ഞാൻ ഇവിടെ വെച്ച് കാണിച്ചു തരാം. പക്ക കോട്ടന്റെ മെറ്റീരിയൽ. നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആട്ടോ. ഫുൾ വർക്കോട് കൂടിയിട്ട് ഫുൾ ഓപ്പൺ ചെയ്താലാണ് അതിന്റെ ഒരു കറക്റ്റ് ലുക്ക് കാണാൻ പറ്റുള്ളൂ. കണ്ടോ, ഇത് എത്ര റേഞ്ചിന്? അത് 400 റേഞ്ചിന്റെ വിത്ത് ദുപ്പട്ട അടക്കം 3 പീസിന്റെ കേട്ടോ. ഇത് മൽമൽ കോട്ടന്റെ ദുപ്പട്ട, പ്യുവർ കോട്ടന്റെ ഓൺലി 400 കേട്ടോ. അപ്പൊ ഇത് 400 റേഞ്ചിന്റെ റീറ്റെയിൽ ആയിട്ട്, പക്ഷെ ഹോൾസെയിൽ വരുമ്പോ പിന്നെയും കുറയും. 345. ഓഹോ, അതും പക്ക കോട്ടന്റെ മെറ്റീരിയൽ കേട്ടോ. ഇത് ഒട്ടിച്ച് വെച്ചിരിക്കണ തുറക്കാൻ പറ്റണില്ല. എന്തായാലും ഇതാണ് ഫുൾ ലുക്ക് വരുന്നത് കോട്ടന്റെ. അതുപോലെ തന്നെ മൽമൽ കോട്ടന്റെ ദുപ്പട്ടയാണ് ഇത് വരുന്നത്. ഇത് 345 ആ ഒരു റേഞ്ച് വരുന്നത്. ഇതിലും കളേഴ്സ് ഉണ്ടാവില്ല അല്ലേ? കളേഴ്സ് അവൈലബിൾ ആണ്, അത്യാവശ്യം എല്ലാ കളറും. ഇനി ഇത് വരുമ്പോൾ 400. ഇതും 400. അപ്പോൾ 400 ഉണ്ട്. 350 റേഞ്ചിന്റെ കളക്ഷൻസ് തന്നെ. ഇത് കോട്ടന്റെ കേട്ടോ. അത് 400 ആ ഒരു റേഞ്ച്. ഓക്കെ, വിത്ത് ദുപ്പട്ട എടുക്കാം കേട്ടോ. ഇത് ഹോൾസെയിലായിട്ട് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് 299. ഇതാണ് 299. ഓക്കെ, റെഡിമെയ്ഡ് കുർത്തിട്ടാ 299 വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാന്ന് തോന്നുന്നു എനിക്ക്. അല്ലേ? വിത്ത് ലൈനിങ്ങോട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഹോൾസെയിലിന്റെ റീറ്റെയിൽ റേറ്റ് എപ്പോ പറഞ്ഞത്? ഇത് ഹോൾസെയിൽ റേറ്റ് ആണ് പറയുന്നത്. ഇപ്പൊ പറഞ്ഞത്? അതെ. ഇപ്പൊ ഹോൾസെയിൽ റേറ്റ് പറഞ്ഞത്. പക്ഷെ റീറ്റെയിൽ ആകുമ്പോ പിന്നെയും കൂടും റേറ്റ്. അപ്പൊ ഹോൾസെയിൽ എന്ന് പറയുമ്പോ എത്ര എടുക്കണം? അങ്ങനെ എന്തെങ്കിലും? ഹോൾസെയിൽ ആണെങ്കിൽ 299 കൊടുക്കും. അല്ല, ഇത് എത്ര പീസ് എടുക്കണം? ഒരു 100 പീസെങ്കിലും 100 പീസെങ്കിലും എടുക്കണം ഹോൾസെയിൽ ആകുമ്പോൾ. അല്ലെങ്കിൽ റീറ്റെയിൽ ആകുമ്പോൾ ഒരു സിംഗിൾ പീസ് ആയിട്ട് കിട്ടും. അപ്പൊ അതിനൊരു ചെറിയ റേറ്റിന്റെ വ്യത്യാസം വരുന്നതായിരിക്കും. ഫുൾ പ്രിന്റോട് കൂടിയിട്ട് ഇതും ഹോൾസെയിൽ റേറ്റിനാണ് കൊടുക്കുന്നത്. ഹോൾസെയിൽ വേണമെങ്കിൽ ഹോൾസെയിൽ, റീറ്റെയിൽ വേണമെങ്കിൽ റീറ്റെയിൽ. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇത് നോർമൽ കുർത്തീസ് ആണ് കേട്ടോ. നമുക്ക് ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുർത്തീസ്. ഇതും 199.
199. ഇതാണ് 199 പറഞ്ഞത്. ആ ശരി. ഇതാവുമ്പോൾ ലൈനിങ് ഉണ്ടാവില്ല, പക്ഷെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ്. ഓൺലി 199 റേഞ്ചിന്റെ കുർത്തിയാണ് കേട്ടോ കാണുന്നത്. അതും എത്ര സൈസസ് ഒക്കെ സൈസസ് എല്ലാ സൈസസും അവൈലബിൾ ആണ്. എല്ലാ സൈസസ് ഉണ്ട് അല്ലേ? അപ്പൊ ഇതാണ് 199 പറഞ്ഞിട്ടുള്ള കുർത്തീസ്. ഇതിന്റെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്, ഫുൾ വെറൈറ്റീസ്. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടത് 299 കളക്ഷൻസ് ആണ് കേട്ടോ ഈ കാണുന്നത് അല്ലേ? അതെ അതെ അതെ. ഇത് ഫുൾ കാണുന്നത് 299 കളക്ഷൻസ് ആണ്. അപ്പൊ വീഡിയോ കോൾ ചെയ്യാനായിട്ട് പറ്റുമല്ലോ? പറ്റും. ആ വീഡിയോ കോൾ ചെയ്തിട്ട് ഫുൾ കളക്ഷൻസ് നോക്കിയാൽ മതി. ഇനി അടുത്ത ഒരു കളക്ഷൻസിലേക്ക് പോയാലോ? അടുത്തത് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ഇതൊരു പറഞ്ഞോ, ഞാൻ ഇനി മിണ്ടില്ല. സിൽക്കാണ്. ആ സെമി സ്റ്റിച്ച്ഡ് ആയിട്ടുള്ളത്. ആ സ്ലീവ് ഇങ്ങനെ വെറുതെ തയ്ച്ചാൽ മതി, കഴുത്തിന്റെ പോർഷനും വെറുതെ തയ്ച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് ഒരു സെമി സ്റ്റിച്ച്. പക്ഷെ എങ്ങനെയായാലും നമ്മളിത് ഫുൾ ഓപ്പൺ ചെയ്ത് നമ്മുടെ രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടി വരും. അപ്പൊ ഇത് 199 ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത്, അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ. അപ്പോൾ ഇത് റീറ്റെയിൽ ആയിട്ടുള്ള റേറ്റ് ആണ് പറയുന്നത്. ഇത് എന്തൊരു സോഫ്റ്റ് അല്ലേ? പാൻറ്റൊക്കെ ഇട്ടുന്ന് തോന്നില്ല കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് പാൻറ്റിന്റെ വരുന്നത്. ടോപ്പ് ആയാലും അങ്ങനെ തന്നെ, മസ്ലിനില്. അതെ. പിന്നെ ഇത് ചെയ്തിട്ടുള്ള വർക്കാണ് അല്ലേ? ആ ഓർഗൻസില് നമ്മൾ മെറ്റീരിയൽ എടുത്തിട്ട്, ഇനിയിപ്പോ ഈ മെറ്റീരിയലിന്റെ ഈ വർക്ക് നമുക്ക് ഇഷ്ടമില്ല എന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി കേട്ടോ. ഇത് നമുക്ക് യോക്കിന്റെ പോർഷൻ ഈ പോർഷൻ ആണ് വരുന്നത്. അതുപോലെ സ്ലീവിലും വർക്ക് വന്നിട്ടുണ്ട്, സ്ലീവിൽ ഈ വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ ദുപ്പട്ട സ്കാലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഓർഗൻസയുടെ സെയിം മെറ്റീരിയൽ, നല്ല ഷെയ്ഡാണ് കേട്ടോ. ഗ്രേ ഷെയ്ഡ് വരുമ്പോൾ നല്ല ഷെയ്ഡാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരെണ്ണം കണ്ടില്ല ഞാനൊരു ഷിമ്മറി ആയിട്ട്. ആ ഇതെടുത്ത ഇതല്ല, ഇത് ഞാൻ ഇതാ കണ്ടത്. ഇത് നല്ല ഷിമ്മറി ആയിട്ടുള്ള ഒരു കളക്ഷനാണ് കേട്ടോ ഇത് വരുന്നത്. ഷിമ്മറി, അതിൽ ഫുൾ ഓവറോൾ ചെറിയ ചെറിയ ബുട്ട വർക്ക്. ഇത് നിങ്ങൾ ചെയ്യിപ്പിച്ചാൽ തോന്നുന്നു. ഇത് ഓവറോൾ ഫുൾ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ, ചെറിയ ചെറിയ ബുട്ട വർക്ക്. അതുപോലെ തന്നെ ദാമന്റെ പോർഷനിലും ഈ ഒരു ചെറിയ വർക്ക് ഉണ്ട് അല്ലേ? സ്ലീവിലും വർക്ക് വന്നിട്ടുണ്ട്. അതും ഫുൾ ചെറിയ ചെറിയ ബീഡ് വർക്കും. അതുപോലെ തന്നെ ദുപ്പട്ടയിലും സെയിം ആ ഒരു വർക്കോട് കൂടിയിട്ടാണ് വരുന്നത്. ഇതിന്റെ റേറ്റ് അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. റേറ്റ് നോക്കട്ടെ. റേറ്റ് ഞങ്ങൾ തപ്പിയിട്ട് എന്ന് പറയാം, അതായിരിക്കും ഒരു ബ്രേക്ക് വേണമെന്ന്. റേറ്റ് ഇവിടെ സ്റ്റാഫ് ഇവിടെ പോയി, ഇത് മുതലാളിയാണ്, മുതലാളിക്ക് അറിയില്ല എന്ന് റേറ്റ്. അപ്പൊ സ്റ്റാഫിനോട് ചോദിച്ചിട്ട് ഇപ്പൊ പറയാട്ടോ. എന്തായാലും റേറ്റ് നമുക്ക് പിന്നെ പറയുന്നതായിരിക്കും. ഞാൻ എന്തായാലും ഇത് ലാസ്റ്റ് ആയാലും ഞാൻ ഈ റേറ്റ് പറയാം. അപ്പൊ ഇനി അടുത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഫുൾ കളർഫുൾ ആയിട്ട് ഇരിക്കുന്ന ഒരു സംഭവമല്ലോ. ഇതിലൊന്നും എടുത്ത ഇത് എടുത്ത നല്ല ഭംഗിയുണ്ടല്ലോ, ഫുൾ എംബ്രോയിഡറിയുടെ വർക്ക്. എംബ്രോയിഡറിയുടെ വർക്ക്, നല്ല മെറ്റീരിയൽ പറഞ്ഞ. എനിക്ക് പേടിയായിട്ട് പാടില്ല, അതാണ് അങ്ങോട്ട് തിരിഞ്ഞിക്കണേ. ഒന്ന് ഇങ്ങോട്ട് തിരിയേ. അയ്യോ ഇത് കാണൂല എല്ലാരും, പിന്നെ കാണണ്ടേ. എന്തായാലും ഇയാളെ കാണുന്നില്ലേ, കല്യാണം കഴിഞ്ഞതല്ലേ? അപ്പൊ പിന്നെ ടെൻഷൻ ഇല്ലല്ലോ. ഇതാണ് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് കേട്ടോ, നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക്. അതുപോലെ തന്നെ പാൻറ് പ്ലെയിൻ ആണ് വരുന്നത്. ദുപ്പട്ട നോക്കിയാൽ സൂപ്പർ. ഇത് കൊണ്ട് കളാ. ദുപ്പട്ട അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഓർഗൻസിൽ ഇങ്ങനെ ഫുൾ വർക്കോട് കൂടിയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. ഇതിൽ കളേഴ്സ് ഉണ്ട്, ഒരെണ്ണം പിങ്ക് ഷെയ്ഡും കൂടി വരുന്നുണ്ട്, ഒരെണ്ണം ഈ ഒരു ഷെയ്ഡും കൂടി. 2 ഷെയ്ഡ്, 4 ഷെയ്ഡ് ഉണ്ട്. ഒരെണ്ണം ബ്ലൂ വരുന്നുണ്ട്, പിങ്ക് ഉണ്ട്, പിന്നെ ഒരെണ്ണം ഈ ഒരു യെല്ലോ ലാവൻഡർ ഷെയ്ഡ്. ഞാൻ ഇട്ടെൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡും വരുന്നുണ്ട് കേട്ടോ. അതാ ഈ ഒരു ഷെയ്ഡ് ഉണ്ട്, ഈ ഒരു ഷെയ്ഡ് ഉണ്ട്, പിന്നെ ഈ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്, പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഷെയ്ഡും വരുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത വെറൈറ്റി എടുത്തേ. വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇങ്ങനെ ഒരു ടെൻഷൻ, ഏതാണ് ഇനി എടുക്കേണ്ടത് ഞാൻ പറയൂല, ഏതാണ് എടുത്തതായോ. ഇതും ഒരു വെറൈറ്റി തന്നെയാണ്, ഇതും ഒന്ന് എടുക്കട്ടെ. അതും വേണം കാണിക്കണം. ഇതിന്റെ മെറ്റീരിയലിനെ കുറിച്ച് പറഞ്ഞേ. ജോർജറ്റിന്റെ മെറ്റീരിയലില് ഫുൾ ഓവർ ഓൾ ജോർജറ്റിന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ഇതിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, കളർഫുൾ ആയിട്ടുള്ള ബ്ലാക്കില് നല്ല കളർഫുൾ, നല്ല ഭംഗിയുണ്ടല്ലേ. ഇത് തയ്ച്ചു വരുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. ഇതില് ഷിഫോണിന്റെ പ്ലെയിൻ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇത് വരുന്നത് കേട്ടോ. ഇതിൽ ഒരു കളർ ഒരു പിങ്ക് പക്ഷെ ഡിസൈൻ ഉള്ളിലത്തെ സെയിം ആയിരിക്കും കേട്ടോ. യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട്, പിന്നെ ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ഉണ്ട് ഒരെണ്ണോടെയും,
പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ബ്ലാക്ക്, പക്ഷെ ബ്ലാക്കിലാണ് ആ ഒരു ഡിസൈൻ പോപ്പ് ഫുൾ കളർഫുൾ ആയിട്ടുള്ള ഒരു വർക്ക്. നേരത്തെ കാണിച്ച ഒരു ഹക്കോബ ടൈപ്പ് ആയിട്ടുള്ളത്, ഇതിൽ വന്നിരിക്കുന്നത് ഹക്കോബ ഫ്രണ്ട് പോർഷൻ പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു പോർഷൻ പാച്ച് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. ഫ്രഞ്ച് നോട്ട് വരുന്നുണ്ട്, ഹക്കോബയുടെ മെറ്റീരിയൽ ആണ്. അതുപോലെ ക്രോഷിയയുടെ ലേസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്രോഷിയയുടെ ലേസ് ഈ സൈഡിൽ കൂടെ പോയിട്ടുണ്ട്. അടിവശം ദാമിൻ്റെ പോർഷൻ, പിന്നെ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ദുപ്പട്ടയുടെ സൈഡിലും ഇങ്ങനെ ഒരു ലേസിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. നല്ല റേറ്റ് പറയണം അല്ലേ? റേറ്റ് പറയണല്ലോ. 1300 ഓൺലി ഹക്കോബയുടെ മെറ്റീരിയലിൽ 3 പീസിൻ്റെ ഒരു കളക്ഷനാണ് സ്റ്റിച്ചഡ്. ഇനി ലെഹങ്കാസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ബ്രൈഡ് വേണമെങ്കിൽ ബ്രൈഡിൻ്റെ അപ്പുറത്തിരിക്കുന്ന ചേച്ചിമാർ ആൻറ്റിമാർക്കൊക്കെ വേണമെങ്കിലും ഇപ്പോൾ ഇടാം അല്ലേ? ആൻറ്റിമാരൊക്കെ എന്താ ലെഹങ്ക നടക്കണോണ്ട് എന്താ പ്രശ്നം? അവർക്കുള്ള ഹോളി കമ്മ്യൂണിനും ഡ്രസ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഹോളി കമ്മ്യൂൺ തന്നെയല്ല കേട്ടോ, ഏതൊരു ഒക്കേഷൻ ഏതാണെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കും. ഇപ്പൊ ക്രിസ്മസ് ഒക്കേഷനിലുള്ള ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യാൻ വെച്ചിരിക്കുന്നതാണ് ഇതൊക്കെ. ഇതല്ലേ ക്രിസ്മസിന് പറ്റിയിട്ടുള്ളത്. ഇത് മൊത്തത്തിന് ഞാൻ അങ്ങോട്ട് എടുക്കുക. നമ്മൾ വർക്ക് ചെയ്ത് കൊണ്ടുവന്നതാ. ഇത് ഫുൾ സോറി കേട്ടോ നിലത്ത് വീണേന്. ഇത് നോക്കിയേ എന്തോരം നല്ല നല്ല വർക്ക്. സൂപ്പർ വർക്ക് ചെയ്തിട്ട് ഇതൊക്കെ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവാ? നല്ല ഭംഗിയുള്ള വർക്ക് കേട്ടോ, നല്ല ഹെവി വർക്ക് ആയിട്ട്. ഇത് ടോപ്പിലേക്ക് മാത്രം ഫ്രണ്ട് പോർഷനിലോട്ടോ. ഇനി ഇതിലേക്ക് എങ്ങനെ മിക്സ് മാച്ച് വേണമെങ്കിൽ ചെയ്യാവുന്ന വർക്കുകളാണ്. ഇനി ക്രിസ്മസിന് വേണമെങ്കിൽ ക്രിസ്മസിനൊക്കെ വർക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇനി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങളുടെ സൈസ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓഹോ സൂപ്പർ ആയിട്ടുള്ള ഒരു വർക്ക്. അത് സ്ലീവിന്റെ പോർഷനിലാണ് കേട്ടോ ഇത്രയും ഒരു ഹെവി വർക്ക് ചെയ്തിരിക്കുന്നത്. സ്ലീവിന്റെ പോർഷനിൽ റെഡിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇപ്പൊ റെഡ് പിങ്കില് ഒക്കെ മെറ്റീരിയൽ വ്യത്യാസമുണ്ട്. ഇതാകുമ്പോൾ ജോർജറ്റിന്റെ മെറ്റീരിയൽ ആണ്. അതും സ്ലീവ് പോർഷനില്, ഇത് സ്ലീവ് പോർഷനിലാണ് അല്ലേ? ഈ സ്ലീവ് പോർഷനിലത്തെ വർക്കുകളൊക്കെ വ്യത്യാസം ഉണ്ട് കേട്ടോ. ഈ വർക്കുകൾ ഞാൻ ഇത് നോക്കിയ നല്ലൊരു ഹെവി പീസ്. ഇത് ഫുള്ള് വർക്ക് സെറ്റാണ്. അത് ആക്കിയിട്ടുള്ളത് ഇത് സെറ്റ് ആക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നെക്കിലാണ് ഇങ്ങനെ വർക്ക് വന്നിരിക്കുന്നത്, വി നെക്ക്. അതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സ്റ്റോണിൻ്റെ വർക്ക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി ക്രിസ്മസ് എന്ന് പറയുമ്പോൾ റെഡാണ് വേണമെന്ന് പറഞ്ഞാൽ റെഡിൽ തന്നെ ഇഷ്ടം പോലെ വെറൈറ്റി വർക്ക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്നും ഇഷ്ടമായില്ല എന്ന് വെച്ചാൽ നിങ്ങളൊരു പിക്ചർ കൊണ്ടുവന്ന് കാണിച്ചു, അതും നമ്മൾ ചെയ്ത് തരുന്നതായിരിക്കും. ഇനി റെഡ് വേണ്ട ബ്ലാക്കിൽ വേണമെങ്കിൽ ബ്ലാക്കിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. കളേഴ്സ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ നേരത്തെ കാണിച്ച വേറെ കളർ അവർ കസ്റ്റമൈസ് പറഞ്ഞിട്ട് നമ്മൾ എടുത്തതാണ് കേട്ടോ. ഈ ഒരു വർക്ക് നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുത്തതാണ്. ഇത് ഹെവി ആക്കണമെങ്കിൽ ഹെവി ആക്കാം. ഇതൊന്നും വേണ്ട, കല്യാണ പെണ്ണിന് ബ്ലൗസിനൊക്കെ നമുക്ക് സ്ലീവിൽ നല്ല ഹെവി ബ്ലൗസിന്റെ വർക്ക് ചെയ്തതാണ് അല്ലേ? ബാക്ക് സൈഡിൽ ബാക്ക് അതുപോലെ തന്നെ സ്ലീവിൻ്റെ പോർഷനിൽ ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിച്ചെടുത്തിട്ടാണ്. ഇനി ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ക്രിസ്മസിനുള്ള കളക്ഷൻസ് തീരുന്നില്ല ഇവിടെ. പിന്നെ ക്രിസ്മസ് ഹോളി കമ്മ്യൂണിയൻ ആയാലും കുട്ടിക്ക് ചോറൂണായാലും കല്യാണം ആയാലും എൻഗേജ്മെന്റ് ആയാലും എന്തൊരു ഫംഗ്ഷൻ ആയാലും നമുക്കിവിടെ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇവിടെ ഒരു റെഡ് കളറുടെ ഒരു സംഭവം കണ്ടു. ഇത് വെറുതെ മെറ്റീരിയലാണ്, വെറുതെ മെറ്റീരിയലാണ്. വെറുതെ മെറ്റീരിയൽ മാത്രമാണ്. കട്ട് പീസ് പോലെ നമുക്ക് എടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ, ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ ഇത് ഫുൾ എനിക്ക് തോന്നുന്ന മെറ്റീരിയൽസ് ആണെന്ന് തോന്നുന്നു. ഇത് സ്റ്റിച്ചിങ്ങിന് കൊണ്ടുവന്നതും ഒക്കെ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. ഇത് എനിക്ക് റെഡിമെയ്ഡിൽ ഇഷ്ടപ്പെട്ടു. ഇത് ഏകദേശം ഞാൻ ഇട്ട പോലെ അല്ല കേട്ടോ. ഇത് പാനൽ വർക്കാണ്, 3 പീസിന്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത്. പാനൽ 3 പീസിന്റെ ആണ്. റെഡിമെയ്ഡ് കളക്ഷൻസ് അംബ്രേല അനാർക്കലി സ്റ്റൈലിൽ കേട്ടോ. പാനൽ വർക്കാണ്, ഫുൾ മോളിൽ നിന്നാണ് പാനൽ വർക്ക് വന്നിരിക്കുന്നത്. വർക്ക് സൂപ്പർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലീവിന്റെ പോർഷനിൽ ഇങ്ങനെ ഓർഗൻസയുടെ ഒരു ചെറിയ ഡീറ്റെയിലിങ്ങോട് കൂടിയിട്ട് സ്ലീവിൽ ഇങ്ങനെ ഒരു വർക്ക് കൂടി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ വരുന്ന ദുപ്പട്ട ഇതിന്റെ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. ഇത് ഇട്ട് വരുമ്പോഴാട്ടോ അതിൻ്റെ ഒരു ഭംഗി വരുള്ളൂ. ഇനി എല്ലാതും ഇട്ട് കാണിക്കാൻ പറ്റില്ലല്ലോ, അതാണ് പ്രശ്നം. പക്ഷെ എല്ലാതും ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഓരോന്നും അതിൻ്റെതായിട്ടുള്ള ഒരു വെറൈറ്റീസ് ആയിരിക്കും. പിന്നെ വൈറ്റ് മാത്രം വേണമെന്ന് പറയുകയാണെങ്കിൽ നോക്കിയേ, വൈറ്റ് മാത്രം അതിൻ്റെ ഒരു കോമ്പിനേഷൻസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. വൈറ്റ് പ്ലെയിൻ വൈറ്റിൽ വേണോ, വൈറ്റിൽ തന്നെ ത്രെഡ് വർക്ക് വേണോ, അതൊക്കെ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഇതെന്താ സംഭവം? ഇത് കസ്റ്റമൈസ് ചെയ്താണ്. ഇത് ഫുൾ വർക്ക് ചെയ്തിട്ട് ഓ അടിപൊളി. കസ്റ്റമർ അപ്പോൾ മേടിക്കാൻ വരുന്നേക്കാളും മുന്നേ നമ്മൾ വന്നത് നന്നായി, അല്ലെങ്കിൽ ഇത് പോയി കിട്ടിയെന്നെ. അപ്പോൾ ഇത് ഫുള്ളൊരു ബ്ലൗസ് പാഡഡ് ആണ് കേട്ടോ വരുന്നത്. അതുപോലെ ഇതിൽ സ്ലീവ് വരുമ്പോൾ ഫുൾ സ്ലീവ്, അതിലും ഫുൾ വർക്ക് അല്ലേ? ഈ വർക്ക് ഫുൾ നിങ്ങൾ ചെയ്യിപ്പിച്ചത്? നമ്മളുടെ സ്റ്റിച്ചിങ്ങും നമ്മൾ തന്നെ ചെയ്തതല്ലേ? ബാക്കിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ വിത്ത് പാഡഡ് ആണ്. ഇതിൻ്റെ പാവാടയാണ് അടിപൊളി.
ഇത് ഒരു ഫംഗ്ഷനൊക്കെ ഇട്ട് വരുമ്പോൾ നല്ല രസം. ഇതിന് ദുപ്പട്ട ഉണ്ടോ? ദുപ്പട്ടയില്ല. ഇങ്ങനെ മാത്രം. ഇങ്ങനെ ഇടുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗി വരും കേട്ടോ. ഇത് ഫുള്ളാക്കണമെങ്കിൽ ആക്കാം, വയറ് കാണാത്ത വിധത്തിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചെടുക്കാം കേട്ടോ. ഫുൾ അംബ്രയിലായിട്ടുള്ള ഒരു കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു കളക്ഷൻസ് ആണ് ഇത് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു പോർഷൻ എന്താ വരുന്നത്? ഇത് നമ്മളുടെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള കളക്ഷൻസ് ആണ് അല്ലേ ഇത്. ഇതിന്റെ ദുപ്പട്ട ഫുൾ ഇതിന്റെ ദുപ്പട്ടയാണോ ഇത്? അതെ അതെ. ആ ഓക്കെ ഓക്കെ. ഇത് അപ്പോൾ ഇത് വെൽവെറ്റിന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ. വെൽവെറ്റിന്റെ മെറ്റീരിയലിൽ സ്ലീവിന്റെ ഈ ഒരു പോർഷനിൽ ഫുൾ വർക്ക് വന്നിട്ടുണ്ട്. അതേ വർക്ക് തന്നെ നമുക്കിതാ ഈ ഒരു യോക്ക് നെക്ക് ലൈനിന്റെ പോർഷനിലും വന്നിട്ടുണ്ട് വിത്ത് 3 പീസിന്റെ കളക്ഷൻ. വിത്ത് പാൻറ്റിന്റെ അടിയിലും ഇങ്ങനെ ഒരു വർക്കിന്റെ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. പിന്നെ ദുപ്പട്ട വരുമ്പോൾ കുറച്ച് ഹെവി പീസാണുള്ളത്. ഹെവിയാണ്. അതെ ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ലുക്ക് വരുന്നത്. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഫംഗ്ഷന് തന്നെ കല്യാണ പെണ്ണിൻ്റെ തൊട്ടപ്പുറത്ത് ഇപ്പുറത്തൊക്കെ നിൽക്കാനായിട്ട് നല്ല അടിപൊളിയായിരിക്കും. വെൽവെറ്റിലാണ് ഈ ഒരു ഫുൾ വർക്ക് വന്നിരിക്കുന്നത്. ദുപ്പട്ട അടിപൊളിയായിട്ടുണ്ട് അല്ലേ. ഒരു ക്രഷ് ഓർഗൻസ മെറ്റീരിയൽ ആണ് കേട്ടോ. ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള ക്രഷ് ഓർഗൻസ മെറ്റീരിയൽ. ഇവർ ഈ കസ്റ്റമൈസ് ചെയ്യുമ്പോൾ പറഞ്ഞു തരും മെറ്റീരിയൽ. മെറ്റീരിയൽ ദുപ്പട്ട നമ്മൾ തന്നെ മെറ്റീരിയൽ എടുത്തിട്ട് ചെയ്തതാണ്. വെൽവെറ്റ് വേണം എന്ന് പറഞ്ഞായിരുന്നു അല്ലേ. ചിലർക്ക് അതന്നെ വേണം എന്നുള്ള. വെൽവെറ്റ് ആകുമ്പോഴേക്കും അതിന്റെ ഭംഗി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ആയിട്ടുള്ള ദുപ്പട്ട ചെയ്യിപ്പിച്ചെടുത്തതാന്നല്ലേ. ഓക്കെ. അപ്പോൾ വർക്കും അവർ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു വർക്ക് ആ ഒരു രീതിയിലാണ് ഇപ്പോൾ കസ്റ്റമൈസ് ചെയ്തെടുത്തിട്ടുള്ള ഒരു അടിപൊളി പീസാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു 3 പീസ് വരുന്നത്. പിന്നെ ഇവിടെ കുറേ ഹാങ്കറിൽ കിടക്കുന്ന സംഭവം എന്തൊക്കെയാ? ഈ ഒരു സംഭവം ഫുൾ കസ്റ്റമൈസ് ചെയ്ത് ഒന്ന് എടുത്ത് കാണിച്ചു തന്നെ. അതവിടെ വെക്കി. എന്നിട്ടൊന്ന് കസ്റ്റമൈസ് ചെയ്തത് ഓരോന്നോരോന്ന് എടുത്ത് കാണിച്ചു. ഹോൾസെയിലായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇത് ഹോൾസെയിലും റീറ്റെയിലും രണ്ടും ഉണ്ട് കേട്ടോ. എനിക്ക് ഇതിന്റെ പാറ്റേൺ ആണ് ഇഷ്ടമായിട്ടുള്ളത്. പാറ്റേൺ നോക്കി നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ. ഫുൾ സ്ലീവിലും ഇതുപോലെ തന്നെ ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഒരു നല്ലൊരു ഡിഫറെന്റ് പാറ്റേൺ ആയിട്ടുണ്ട് കേട്ടോ. കളറിലൊക്കെ വരുമ്പോൾ ഒന്നുകൂടി ഭംഗിയായിരിക്കും. പിന്നെ വരുന്നത് ഇത് ഹോൾസെയിൽ എന്ന് എടുത്ത് പറയണത് റേറ്റ് കുറവാന്ന് അർത്ഥം. പക്ഷേ രണ്ടും വരുന്നുണ്ട്. രണ്ടും വരുന്നുണ്ട് കേട്ടോ. ഇതൊരു ഇവിടെ ഈ ഒരു ബെൽറ്റ് ടൈപ്പ് ആയിട്ട്, ബെൽറ്റ് അല്ല ശരിക്കും യോക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു പോർഷനിലാണ് ഫുൾ ഹാൻഡ് വർക്ക് വരുന്നത് കേട്ടോ. പിന്നെ വരുന്ന പാറ്റേൺ എന്ന് പറയണത് ഈ ഒരു പാറ്റേൺ. യോക്കിൽ ഇങ്ങനെ ഫുൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. സ്ലീവിലും വർക്ക് വന്നിട്ടുണ്ട്. ഇത് വേറൊരു വർക്കുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇതൊക്കെ ഇവരെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള വർക്കാണ് കേട്ടോ. ഇപ്പോൾ 999 ആണ് ശരിക്കും റീറ്റെയിൽ റേറ്റ് വരുന്നത്. പക്ഷെ ഹോൾസെയിൽ വരുമ്പോൾ പിന്നെയും റേറ്റ് കുറയും കേട്ടോ. ഇതിൽ തന്നെ പിന്നെയും പാച്ച് വർക്ക് അല്ല, അത് ഹാൻഡ് വർക്കോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത്. ഇതുപോലെ ഇഷ്ടം പോലെ കളക്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെയും ഇഷ്ടം ഇതൊരു കോൺട്രാസ്റ്റിലാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഈ ഹെവി വർക്ക് ഇതൊക്കെ ബ്ലൗസിലൊക്കെ ചെയ്ത് വരുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. ത്രെഡ് വർക്ക് അതുപോലെ നല്ല പോപ്പപ്പ് ചെയ്തെടുക്കുന്ന 3D സ്റ്റൈലില് ഇതും അവിടെ വെച്ചോ. ഇതൊരു ഡിഫറെന്റ് പാറ്റേൺ ആണ് കേട്ടോ. ഇതൊരു ആപ്ലിക് വർക്ക് പോലെ പാച്ച് വർക്ക് ചെയ്തിട്ട് അതിലിങ്ങനെ വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്, ഔട്ട്ലൈൻ കൊടുത്തിട്ട് അങ്ങനെ ഒരു വർക്ക് അടി പോർഷനിൽ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. യോക്കിലും വർക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ വെറൈറ്റീസ് കേട്ടോ. പിന്നെ വരുന്ന എന്ന് വെച്ചാൽ ഇതൊക്കെ ഫുൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു സിംഗിൾ. ഈ ഒരു കുർത്തി നോക്കിയേ, കസ്റ്റമറാണ് മൈൻഡ് ചെയ്യാത്ത പോലെ. അത് നന്നായി. കുർത്തി ആള് നോക്കിയോട്ടെ, കുഴപ്പമില്ല. കസ്റ്റമർ വന്നിട്ടുണ്ട്, ആള് നോക്കിയോട്ടെ. ഇതൊക്കെ കുർത്തിയാണേ. ഓക്കെ. ആള് അത് നന്നായി. കസ്റ്റമർ തളിച്ചിങ്ങനെ നിൽക്കണ പേടി നന്നായിട്ടുണ്ടല്ലേ. ഓക്കെ. ഇത് ഒരു വെറൈറ്റി. അതുപോലെ നടുക്കിൽ ഇങ്ങനെ ഫുൾ ഹാൻഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് പോയിട്ടുണ്ട്. അത് അടിയില് ക്രോഷ്യൽ. ഇത് നിങ്ങൾ ചെയ്യിപ്പിച്ചതാ? അല്ലല്ല, ഇത് റെഡിമെയ്ഡ് ഇങ്ങനെ വരുന്നത്. ഈ വർക്ക് നിങ്ങൾ ചെയ്യിപ്പിച്ചതല്ല? വർക്കല്ല, പക്ഷെ നമ്മൾ ചെയ്ത് കൊടുക്കും. ഇങ്ങനെ വേണമെന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെയും ചെയ്ത് കൊടുക്കും. അപ്പൊ ഈ ഒരു വെറൈറ്റി കളക്ഷൻസ് ആയി. അപ്പൊ കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരാൾ നിൽക്കണ്ടില്ല. കസ്റ്റമറാണോ? അതെ അതെ. ശരി. ഇവിടെ വെസ്റ്റേൺ ആണോ? ഞാൻ കണ്ടില്ല കേട്ടോ. പെട്ടെന്ന് ഇതിന്റെ ഇടയ്ക്കൂടെ വന്നപ്പോ ഞാൻ കാണിച്ചോട്ടെ. മുഖം കാണിക്കുന്നോണ്ട് കുഴപ്പമില്ല. എന്നാ നിങ്ങട് വന്നേ. ഓക്കെ. കുറെ നാളായി ഇവിടെ മേടിക്കുന്ന സ്ഥിരമായിട്ട്. ഒരു മിനിറ്റ് മൈക്ക് ഒന്ന് എടുക്കാം. ഇനി പറഞ്ഞു. ഇവിടെ നിന്നാണ് എപ്പോഴും വെസ്റ്റേൺ ഡ്രസ് ഒക്കെ എടുക്കാറ്. നല്ല കളക്ഷൻസ് ആണ്. ഇപ്പൊ കോളേജ് ഗോയിങ് സ്റ്റുഡൻസിനാണെങ്കിൽ എല്ലാവർക്കും ആണെങ്കിലും ഇവിടെ വന്നിട്ട് നമ്മുടെ ട്രെൻഡി ആയിട്ടുള്ള
ഫ്രോക്കും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ ആ വെസ്റ്റേൺ വെയർ ഒന്നും കാണിച്ചിട്ടില്ല. എന്തായാലും ഇങ്ങോട്ട് വായോ. ഇവിടെ അടുത്താണോ വീട്? ഇവിടെ അടുത്ത് തന്നെയാണ് ജീൻസ് ഒക്കെ അടിപൊളിയായിട്ട്. വെസ്റ്റേൺ മാത്രമേ ഇടുള്ളൂ? വെസ്റ്റേൺ മാത്രമേ ഇടുള്ളൂ. ഇല്ല അല്ലാത്ത എല്ലാം ഇടാം. ഇവിടെ അടുത്താണോ വീട്? ഇവിടെ അടുത്ത് തന്നെയാണ്. പേര് ലിയ. ലിയ. വീട്ടിൽ പറഞ്ഞിട്ടല്ലേ വന്നേ? വീട്ടിൽ പറഞ്ഞു. ചിലര് കാണിച്ചു കഴിഞ്ഞിട്ട് പറയാ അയ്യോ ചേച്ചി വീഡിയോയുടെ അല്ലട്ടോ ഞാൻ വീട്ടിലേക്ക് പറഞ്ഞിട്ട് വന്നിരിക്കണേ. ചിലര് കോളേജിൽ പോണ സമയത്ത് ആ കട്ട് ചെയ്തിട്ട് 2 ഡ്രസ്സ് പഠിക്കാൻ വരും. അതാണ് ചോദിച്ചാൽ എന്തിനാ പഠിക്കണേ? PGക്ക്. അപ്പൊ ശരി, ഇപ്പൊ അടുത്താണ് കേട്ടോ. അപ്പൊ ഡ്രസ്സ് സെലക്ട് ചെയ്തോ? ഞാൻ കണ്ടില്ല ഇതിന്റെ ഇടയിൽ കൂടെ ഒരു കാല്. ഓക്കെ, അപ്പൊ ഈ ഒരു വെറൈറ്റീസ് ആയി. അതുപോലെ പാനൽ വർക്കില് പിന്നെ ഇത് കുർത്തിയായിട്ട് വരുന്ന ഒരു സംഭവം. പിന്നെ വരുന്ന കളക്ഷൻ ഇതാ, ഇത് നന്നായിട്ടുണ്ട് അല്ലേ? നല്ല ഭംഗിയായിട്ടുള്ള ഒരു വർക്ക്, നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അത് ഫ്രണ്ടിൽ മാത്രമല്ല, അതുപോലെ തന്നെ ബാക്ക് സൈഡിലും ഈ ഒരു വർക്ക് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫുൾ വർക്കോട് കൂടി വർക്ക്. അപ്പൊ സെലക്ട് ചെയ്ത് കഴിഞ്ഞെങ്കിൽ പറഞ്ഞോളോ. ഓക്കെ, ഓർഗൻസയുടെ വർക്ക് ഓവറോൾ വന്നിട്ടുള്ളതാണ്. അതുപോലെ ഈ ഒരു സ്ലീവ് പോർഷനിലും ഓർഗൻസയുടെ വർക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ. നേരത്തെ അവിടെ വേറെ ഒരു ആളായിരുന്നു, ഇപ്പൊ വേറൊരു ആളെ എടുത്ത് നോക്കണ്ടില്ല. അപ്പൊ മറ്റേ കുട്ടി അവിടെ പോയി. 2 ആളും കൂടി ഉണ്ട്. എന്തായാലും അവരെ കൂടി നിങ്ങളെ വീഡിയോയിൽ കാണിക്കുന്നോട് കുഴപ്പമുണ്ടാ? കാണണം. 2 ആളും കൂടെ ചോദിക്കില്ലേ ഈ വീഡിയോയിൽ കാണിക്കുന്നോട് കുഴപ്പമുണ്ടോ? കുറെ നേരം ഇല്ല വന്നിട്ട്. എന്തായി, സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഇതാണോ നോക്കി വെച്ചത്? ബാഗ് ഓടി വന്ന് ഇവിടെ വന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇഷ്ടായോ ചേച്ചിക്ക്? ഇഷ്ടായി. ഇതാണ് ചേച്ചി വന്ന് വെച്ച് നോക്കിയേ, അപ്പൊ കാണട്ടെ. അടിപൊളിയാണോ ചേച്ചി? എത്ര നാളെ ഇവിടെ സ്ഥിരമായിട്ട് എടുക്കാൻ വരാറുണ്ടായി? ഇഷ്ടമാണ്? ഒക്കെ പേടിക്കാറില്ല. ഇവിടെയുള്ള ആൾക്കാരൊക്കെ മൊത്തത്തിൽ പേടിയാൻ തോന്നുന്നുണ്ടല്ലേ? ഇത് ദുപ്പട്ട. എന്താ വല്ല ഫംഗ്ഷൻ വരുന്നുണ്ടോ? അതിന് വേണ്ടിട്ട് എടുക്കാൻ. അപ്പൊ കുറച്ച് തിളങ്ങണതും മിന്നണതായിട്ട് എടുക്കാം. അതുകൊണ്ട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. അൺസ്റ്റിച്ചഡ് ഇവര് സ്റ്റിച്ച് ചെയ്ത് തരും എന്ന് പറയുന്നുണ്ട്. അറിയാലേ? ഞാൻ പറഞ്ഞത് എന്റെ കാര്യമില്ല. ഓക്കെ, ചേച്ചി ഇഷ്ടായോ മൊത്തത്തിൽ? എനിക്ക് അതറിയണ്ടോ? എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നെയാണോ? ഇല്ല. ശരി, നടക്കട്ടെ നിങ്ങളുടെ കളക്ഷൻ. അല്ല, അപ്പൊ ചേച്ചി ഇവിടുന്നാണല്ലോ അങ്ങോട്ട് പോയത്. അപ്പൊ ഈ സൈഡ് എന്തായിരിക്കണേ? ഇത് ഡെയിലി വെയർ കളക്ഷൻ. ഈ സൈഡ് ഡെയിലി വെയർ കളക്ഷൻ. ഓക്കെ. അപ്പൊ ചേച്ചി ഏത് സൈഡിലാണ് നിക്കണേ? ഞങ്ങൾക്കൊന്ന് ഡെയിലി വെയറിന്റെ കുറച്ച് കളക്ഷൻസ് ഒന്ന് കാണിച്ചോട്ടോ. ഈ കുട്ടി ഡെയിലി വെയറിനല്ലേ ചോദിച്ചു വന്നത്? ഡെയിലി വെയർ പറഞ്ഞിട്ട് പാർട്ടി വെയർ ഡെയിലി വെയർ പറഞ്ഞിട്ട് പാർട്ടി വെയർ പിടിച്ചു. ഡെയിലി വെയർ കുട്ടി അപ്പുറത്താണ് അവിടെ ആ സൈഡില്. അല്ല, ഡെയിലി വെയർ അവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട് അല്ലേ? ഈ ഒരു സെക്ഷൻ ഞാൻ വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഒരുമിച്ച് കാണാം. വാ, ഇത് എടുത്തിട്ട്. നീ ഇഷ്ടപ്പെട്ടോ? നിനക്ക് നീ വന്നിട്ട് കുറച്ച് നേരമായിട്ട്. എന്തായാലും നമുക്ക് ഒരുമിച്ച് കാണാം. ഇഷ്ടപ്പെട്ടോ? ഏതാ ഇഷ്ടായ? അങ്ങനെയൊന്നും ഇല്ല, എല്ലാം ഇഷ്ടായില്ലേ? ഒരു മിനിറ്റ്. പറഞ്ഞ ഞാൻ 2 ഡ്രസ്സ് എടുക്കാനായിട്ടാണ് വന്നത്. അത് എനിക്കും മമ്മിക്കും കൂടി. പക്ഷെ ഡെയിലി വെയർ നോക്കി, പാർട്ടി വെയർ നോക്കി, ഇനിയിപ്പോ 2 ഒതുക്കിയിട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. അത്രയും ഇഷ്ടപ്പെട്ടു. കാശ് മമ്മി എന്താ കൂടെ? മമ്മീനെ കൊണ്ടുവന്നില്ല, ഒറ്റക്ക് വന്നുള്ളൂ. മമ്മി വന്ന് ഇതിലും കൂടും. അപ്പൊ നടക്കട്ടെ, ഞാൻ എന്തായാലും ഡെയിലി വെയർ കാണിച്ചിട്ട് നിനക്ക് തരാന്നിട്ട് നീ സെലക്ട് ചെയ്തോ. പേര് ചോദിച്ചില്ല? അഖില. അഖില കുട്ടി. മൂക്കില ഒരു ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഐശ്വര്യ എന്ന് പറയാ. എന്താ പറയുന്നത്? കാക്കപ്പുള്ളി. ഐശ്വര്യ എന്ന് പറയാത്. ഓക്കെ, ഇനി ഡെയിലി വെയറിന്റെ കുറച്ച് കളക്ഷൻസ് ഇതൊക്കെ വലിച്ചു വരുന്നുണ്ട്. ഇഷ്ടപ്പെട്ടത് അവിടെ നിന്ന് നോക്കിക്കോതാ. ഇത് കുർത്തീസ്. അപ്പൊ സൈസസ് വരുമ്പോ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ. അപ്പൊ ഡെയിലി വെയറിൽ സ്റ്റാർട്ടിംഗ് റേറ്റ് 199 ആണ് കേട്ടോ. അപ്പൊ 119ന്റെ ഇഷ്ടം പോലെ വെറൈറ്റി കുർത്തീസ് ഡെയിലി വെയറിന്റെ ഉണ്ട് കേട്ടോ. ഇത് നോക്കിയാൽ ഖാദി കോട്ടൺ. ഇത് 2 പീസ് അല്ലേ? 2 പീസ് സെറ്റ് ആണ്. ഇത് 2 പീസില് ഖാദി കോട്ടണില് അതില് ഫുൾ ത്രെഡ് വർക്കോട് കൂടിയിട്ടാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത്. അതുപോലെ സ്ലീവിലും ഈ ഒരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഡെയിലി വെയറിന്റെ ഇതൊക്കെ എന്തൊരു സോഫ്റ്റ്, ഒരു റയോണിൽ തന്നെ നല്ല ടൈപ്പ് റയോണില്ലേ, അതിൽ തന്നെ 120 kg എന്നൊക്കെ പറയില്ലേ, ആ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ. അത് 120 kg റയോണിലാണ് ഈ ഒരു കുർത്തി വന്നിരിക്കുന്നത്. കുർത്തീസിൻ്റെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. ഹക്കോബയിൽ വേണമെങ്കിൽ ഹക്കോബയിൽ ഡെയിലി വെയറിന്റെ കളക്ഷൻസ് ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ വർക്കാണ് കണ്ടോ. ഞാനൊക്കെ വലിച്ചു വാരിയിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല പണിയാവും. ഇത് ലൈറ്റ് വെയിറ്റ് കോട്ടണിൽ വരുന്ന കളക്ഷൻ ഇത്. പാന്റ് അടക്കല്ലേ? ഇതൊന്ന് പിടിച്ചേ. ഇങ്ങനെ കോട്ട് സെറ്റ് പോച്ചമ്പള്ളി ടൈപ്പായിട്ട് വരുന്ന ഒരു കളക്ഷൻ കേട്ടോ. പിന്നെ ഈ ഒരു വർക്ക് നോക്കിയേ, പിടിച്ചോ. പറഞ്ഞോ, ഇത് ഫുൾ വീവിംഗ് ആണ് കേട്ടോ. ഈ വർക്ക് വരുന്നത് ഫുൾ വർക്ക് ഇത് വന്നിട്ടുണ്ട്.
ഫുൾ വീവിംഗ് ആണ്. ഇതും റയോണിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്രിൻസസ് കട്ടിന്റെ വർക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഡെയിലി ഇതാ മെറ്റർണിറ്റി വെയർ. ഓ മെറ്റർണിറ്റി വെയർ, അതുപോലെ ചെറിയ പഫ് സ്ലീവോട് കൂടിയിട്ടാണ്. ഫ്രോക്ക് ടൈപ്പ് ആയിട്ട്, ഇത് കുർത്തിയായിട്ട് പറ്റത്തില്ല, ഫ്രോക്ക് ടൈപ്പ് ആയിട്ടുള്ള വെറൈറ്റീസ്. ഇഷ്ടപ്പെട്ട നമ്മളെ ഏതെങ്കിലും? ഞാൻ അവളോട് അവിടെ നിന്നിട്ട് നോക്കാൻ പറഞ്ഞതാ, നോക്കിക്കൊണ്ടിരിക്കുക ഏതാണ് ഇനി കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട്. ഇത് നോക്കിയേ, കോട്ടണിൽ തന്നെ ഫുൾ വർക്ക്, ഫുൾ പ്രിന്റ്, അതുപോലെ ചെറിയ ചെറിയ വർക്ക് സെൽഫ് ഡിസൈൻ ആയിട്ട് ഇതിൽ പോയിട്ടുണ്ട് അല്ലേ. ലേസ് ബോർഡർ അങ്ങനത്തെ വർക്കുകളൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്ത എവിടെയാണ്? ലുലുന്ന് 1 കിലോമീറ്റർ, അമൃത ജംഗ്ഷൻ, കുന്നുംപുറം സിഗ്നലിൽ നിന്ന്. ഏത് ലുലു? പാലക്കാട്? സോറി, എറണാകുളം എടപ്പള്ളി ലുലു മോളുടെ അവിടെ നിന്ന് പറവൂർക്ക് പോണ റൂട്ടിൽ 1 കിലോമീറ്റർ. 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. NH റോഡാണ്. NH റോഡ് ഫ്രണ്ടിൽ കാണുന്നത് NH റോഡാണ്. നല്ല അടിപൊളി വ്യൂ ആണ്. പക്ഷെ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുക. പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിരങ്ങൾ അടിപൊളി, പിന്നെ ഇവിടുന്ന് പോകാനേ തോന്നില്ല. ഇനി അമൃത ജംഗ്ഷൻ എന്ന് പറയുന്ന ജംഗ്ഷനാണ് റൈറ്റ് സൈഡിൽ നിൽക്കുന്നത്. വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഇഷ്ടം പോലെ സൗകര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ ഹോൾസെയിൽ എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ ഹോൾസെയിൽ ആണെങ്കിൽ റീറ്റെയിൽ അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ ഇത് കുറച്ച് ഡിഫറെന്റ്, കുറച്ച് സ്പെഷ്യൽ ആണ്. ഇത് ഹോൾസെയിൽ ഉണ്ട്, റീറ്റെയിൽ ഉണ്ട്, ഓൺലൈൻ ഉണ്ട്. ഇനി എന്തൊക്കെ വേണോ അതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. കല്യാണ പെണ്ണിന് വരെ വന്നാൽ മതി ഇവിടെ. ബാക്കി ആളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഏത് രീതിയിൽ വേണമെന്ന് പറയുകയാണെങ്കിൽ ഒക്കെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഈ ഒരു വെറൈറ്റി നോക്കുകയാണെങ്കിൽ ഇത് ഫുൾ ഡെയിലി വെയറിന്റെ കളക്ഷൻസ് ആണ് ഈ ഇരിക്കുന്നത് മൊത്തം അല്ലേ. ഇത് ഫുൾ ഡെയിലി വെയറിന്റെ കളക്ഷൻസ് ആണ് ഈ ഫുൾ കാണുന്നത്. ഇതും ഒരു ഡിഫറെന്റ് ഫ്ലീറ്റ് ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ ട്ടാ. അപ്പൊ അങ്ങനെ അങ്ങനെ പറയാം. ഇതിന്റെ തന്നെയാണ് മടക്കി വെച്ചത് തോന്നണം അവിടെ. ഇത് കണ്ടോ, നല്ല ടൈപ്പ് ഫ്രോക്ക് മെറ്റീരിയൽ നല്ലതാട്ടോ. ഇതെല്ലാം ജീൻസ് ഒക്കെ ഇട്ടിട്ടേ ഇത് ഫ്രോക്ക് ആയിട്ട് ഉണ്ടെങ്കിൽ ഇടാ, ജീൻസ് ആയിട്ട് ഉണ്ടെങ്കിൽ ഇടാ. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ബാക്കിൽ ഇങ്ങനെ ഒരു കെട്ടൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ വർക്ക് ആയിട്ടുള്ള ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. ഇനി നമുക്ക് വെസ്റ്റേൺ വെയറിന്റെ ഒന്നും കാണിച്ചില്ല, അതും കൂടി കാണിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അത് കാര്യം മറന്നുപോയി. കഴിഞ്ഞില്ല മോളെ, ഈ മഞ്ഞമ്മ പിടിച്ച് കുറെ നേരം നിൽക്കണം. ഇനി പുറത്തേക്ക് പോയേ. ഞാൻ അവിടെ കുറച്ച് വെസ്റ്റേൺ ഉണ്ട്, അത് പോയി നോക്ക്. വെസ്റ്റേൺ വെയറിന്റെ കളക്ഷൻസ് പറയുമ്പോ എത്ര ഏജ് തൊട്ട് എത്ര ഏജ് അങ്ങനെയൊന്നുമില്ല. വെസ്റ്റേൺ സൈസ് ഏതാ അവൈലബിൾ ആണ്. സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് ഇത് മെറ്റീരിയൽ എടുത്തിട്ട്. അതെ അല്ലെ. ഓക്കെ. അപ്പൊ ഇതില് നടുക്കിൽ ഇങ്ങനെ സ്മോക്കി വർക്ക് ആയിട്ട് വന്നിട്ടുള്ള ഒരു കളക്ഷൻസ് ആണ്. ഹക്കോബയിൽ വരുന്നുണ്ട്. എത്ര പീസ് വേണമെങ്കിലും ഇത് തരും. ഓക്കെ. ഇത് സ്കേർട്ട് ആയിട്ട് വരുന്നതാണ്. സ്കേർട്ടിൽ നമുക്ക് പാകാവുന്ന സൈസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വെസ്റ്റേൺ വെയറിൽ കാണിക്കില്ല, ഡെനിമില് ഡാർക്ക് ചാർട്ടിൽ ഇങ്ങനെ ഒരു ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് വരുന്നതാണ്. ഇത് ജീൻസിന്റെ മുകളിലേക്ക് ടോപ്പായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള കളക്ഷൻ. വെസ്റ്റേൺ വെയറിൽ കുറച്ചിങ്ങനെ സാമ്പിൾസ് എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇത് ടോപ്പ്, പിന്നെ അതെടുത്ത്, പിന്നെ ഈ ഒരു സംഭവം നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ഷെയ്ഡ് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ, എടുത്തു ഇങ്ങനെ തോന്നുന്നു അല്ലേ. എടുത്തുന്ന് അങ്ങനെ ഒരു ഫീൽ. അപ്പൊ വെസ്റ്റേൺ വെയറിലൊക്കെ സ്റ്റാർട്ടിങ് എത്ര വരും? സ്റ്റാർട്ടിങ് അത് 1200 ആണ് ഇപ്പൊ ഞാൻ പിടിച്ചിരിക്കുന്നത്. ഈ പിടിച്ചിരിക്കുന്നത് വെസ്റ്റേൺ വെയറിൽ 1200 ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത്. ഇതാവുമ്പോ 1200 തന്നെയാണ്. ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിൽ 700. മറ്റേതൊക്കെ 700 ആട്ടോ. ആ കാണിച്ച സ്മോക്ക് വർക്ക് ഒക്കെ ആയിട്ടുള്ളത് ഫുൾ 700 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഇനി കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. അത് ബൂട്ടിക് മാത്രമല്ല, വെസ്റ്റേൺ വെയർ ആയാലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് കളക്ഷൻസ് വരുന്നത്. അപ്പോൾ നേരിട്ട് വിളിക്കുക. സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ അഡ്രസ്സും ഫോൺ നമ്പർ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹോൾസെയിൽ, റീറ്റെയിൽ, ഓൺലൈൻ ഏതാ വേണമെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോ. ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. ഒരു ബായെങ്കിലും പറയാൻ പറ്റുമോ? ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.